വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കാറിനെ പറ്റിയുള്ള ഒരു വീഡിയോ അല്ല, പക്ഷേ ഒരു കാർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിന് ആക്ച്വലി എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ സജഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു കുഞ്ഞു ചാനലായതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എല്ലാവരും കാണണമെന്നില്ല. വീഡിയോ ആകുമ്പോൾ കുറച്ചുകൂടി ആളിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ കാര്യം പറയാം. ആക്ച്വലി ഞാനൊരു കൺഫ്യൂഷനിലാണ്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു കൺഫ്യൂഷനാണ്. അത് നമ്മുടെ 800 സ്പീഡിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 800ൻ്റെ റീടെസ്റ്റിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. റീടെസ്റ്റ് വേണോ അതോ റീടെസ്റ്റ് കഴിഞ്ഞ ഒരു 800 എടുക്കണോ എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. നമ്മുടെ 800ൻ്റെ ഈ പ്രസൻറ്റ് കണ്ടീഷനിലാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 800ൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പേപ്പേഴ്സൊക്കെ പെൻഡിങ് ആയ ഈ ഒരു കണ്ടീഷനിൽ കൊടുത്താൽ നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു 50% പോലും കിട്ടില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ 800ൻ്റെ മെക്കാനിക്കൽ സൈഡെല്ലാം ക്ലിയറാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബോഡിയിൽ കുറച്ച് വർക്കൊക്കെ കിടപ്പുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ കൊണ്ട് പറയാം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് റീടെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യണം. ഡ്രൈവർ സൈഡിലെ ഈ ഒരു പാച്ച് വർക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റസ്റ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. സോ റീടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും. പിന്നെ ബാക്ക് ലെഫ്റ്റ് ഡോറിലായിട്ട് ഒരു ഡെൻറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പെയിൻറ്റൊക്കെ കുറച്ച് ഡള്ളായിട്ടുണ്ട്. ഒത്തിരി കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങും പോളിഷിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഡോറിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ റസ്റ്റായിട്ട് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതെല്ലാം റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ടയേഴ്സാണ്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിലുള്ള ടയേഴ്സ് ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ റീടെസ്റ്റിന് 4 ടയേഴ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നത് പേപ്പേഴ്സും റീടെസ്റ്റിൻ്റെ ഫീസുമാണ്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ റീസെൻ്റായിട്ട് ഇതിൻ്റെ ബ്രേക്ക് MC ഇപ്പോൾ പോയിട്ടുണ്ട്. ഇതിൽ ബൂസ്റ്റർ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഹോൾ സെറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. തേർഡ് പാർട്ടി ഷോപ്സിൽ ഇതിൻ്റെ ഹോൾ സെറ്റിന് ഒരു 5500 റുപ്പീസിനകത്തുള്ള കോസ്റ്റ് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പാർഷ്യൽ റീസ്റ്റോറേഷനായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 45,000 to 50,000 ആകും. ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് അല്ല, ഒരു അപ്രോക്സിമേറ്റ് എക്സ്പെൻസ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. റീടെസ്റ്റ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള 5 സ്പീഡ്സ് ഒരു 60 to 70 റേഞ്ചിലൊക്കെ കിട്ടും. മേ ബി അതിന് താഴെ കിട്ടാനും ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ ഈ 800 സ്പീഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് റീടെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ റീടെസ്റ്റൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വേറൊരു 5 സ്പീഡ് എടുക്കുന്നതാവുമോ നല്ലത്? ഈ പറഞ്ഞതിൽ ഏതാണ് ഒരു ബെറ്റർ ചോയ്സായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്നൊന്ന് താഴെ പറയാം. പിന്നെ 800 റീടെസ്റ്റ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ അതും യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.